ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെമ്മീൻ വെച്ചിട്ടൊരു അടിപൊളി കറിയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാന്ന് നോക്കിയാലോ? നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ ചെമ്മീനാണ് കിട്ടിയേക്കണേ. ചെമ്മീൻ വറുത്തരച്ച് വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ചെമ്മീനൊക്കെ നന്നാക്കി എടുക്കാം. ചെമ്മീൻ്റെ ഇവിടെ ഒരു കറുത്ത നൂലുണ്ട്, അത് നമ്മൾ വലിച്ച് കളയാം. ചെമ്മീനെല്ലാം നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞ് അതിൻ്റെ ഉള്ളിലൊരു നാരുണ്ട്, അതെല്ലാം വലിച്ച് കളയണം. എല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചു. ഇനി നമുക്ക് ഇതിനെ വറുത്തരച്ച് കറി വയ്ക്കാം. വറുത്തരയ്ക്കാനുള്ള തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തു. ഇതിലേക്ക് ഇനി വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 3-4 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുഴുവൻ മല്ലി നമുക്ക് ഇട്ട് കൊടുക്കാം. 2 മണി ഉലുവ ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ഇട്ട് കൊടുത്തു. 1/2 സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തു. മുളകും മല്ലിയും ഉലുവയും പെരിഞ്ജീരകവും ഇട്ടിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി നമുക്ക് തേങ്ങ വറുത്ത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി വറുത്തെടുക്കാം. ഇങ്ങനെ എല്ലാ സാധനങ്ങളും കൂടി ചേർത്ത് വറുത്തരച്ച് കറി വയ്ക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അടിപൊളി സംഭവമാണ്. പൊടികളൊക്കെ ചേർക്കുന്നതിലും ഇങ്ങനെ നമ്മൾ മുഴുവൻ മല്ലിയും മുളകും എല്ലാം കൂടി വറുത്തരയ്ക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇതെല്ലാം കൂടി നമുക്ക് വറുത്തെടുക്കാം. ചട്ടി ചൂടായി ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാനൊക്കെ ആണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് അടിയിൽ പിടിക്കും. ഇനി തേങ്ങയും മല്ലി മുളകും എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചുവന്നുള്ളി അരിഞ്ഞത് 2 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കാം. നല്ല ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്ക് ഇതിനെ ഇളക്കി വറുത്തെടുക്കണം. ഇതിലേക്ക് 3-4 കുരുമുളകും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയൊക്കെ ഒരു വിധം മൂത്ത് വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളർ ആകുന്നവരെ ഇളക്കി കൊടുക്കാം. തേങ്ങയും മുളകും മല്ലിയും ഉള്ളിയും കറിവേപ്പിലയും എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. തേങ്ങ വറുക്കുമ്പോഴും മീൻ വറുക്കുമ്പോഴും ഒക്കെ ചെറിയ തീയിലിട്ട് വറുക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുക. നല്ല കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. തീ കൂട്ടി വെച്ച് പെട്ടെന്ന് കത്തിക്കരിഞ്ഞ് പോകുന്നതിലും തീ കുറച്ച് വെച്ച് നമ്മൾ വറുത്തെടുക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാകുക. ഇനി ഇതിവിടെ ഇരുന്ന് തണുക്കട്ടെ. നമുക്ക് കറിക്ക് ആവശ്യമായ ചെറിയുള്ളി പൊളിച്ചെടുക്കാം. സവാള ഇടുന്നതിലും നല്ലത് ചെറിയുള്ളിയാണ് ചെമ്മീൻ കറിക്ക് നല്ലത്. അപ്പോൾ നമുക്ക് ചെറിയുള്ളി നന്നാക്കി എടുക്കാം. ചെറിയുള്ളിയൊക്കെ നന്നാക്കി എടുത്തു. ഇനി ഇത് കഴുകി അരിഞ്ഞെടുക്കാം. എല്ലാം അരിഞ്ഞെടുത്തു. ഇനി പച്ചമുളകും കറിവേപ്പിലയും കൂടി എടുക്കാം. കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കണം. നമ്മൾ വറുത്തരച്ചത് വെള്ളം ഒഴിക്കാതെ നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് അരിഞ്ഞു വന്നിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ച് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു. ചട്ടി ചൂടായി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്ന് അതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കണേ ഉള്ളി ഇട്ട് കൊടുക്കാം.
ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി വഴറ്റിയെടുക്കാം. കറിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി വേഗം വഴന്ന് കിട്ടും. ഉപ്പിട്ട് നന്നായി ഇളക്കാം. ഉള്ളി നന്നായി വഴണ്ടു വന്നു. അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചാൽ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ചെമ്മീനൊക്കെ ഇട്ട് നമ്മൾ ഇളക്കി അതിൻ്റെ കളറൊക്കെ മാറി വരാൻ തുടങ്ങി. ചെമ്മീൻ്റെ കളറൊക്കെ മാറി തുടങ്ങി. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. തേങ്ങ വറുത്തരച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടില്ലായിരുന്നു. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇപ്പം ഇത് ചെമ്മീനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ചെമ്മീനിൽ നിന്ന് ഇപ്പോൾ അതെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ച കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കാം. രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. കുടംപുളി ഇട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ചെമ്മീനൊക്കെ അതിൽ വെള്ളം ഇറങ്ങി നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കണ ലേശ അരപ്പ് ഇട്ട് കൊടുക്കാം. ലേശ അരപ്പ് ഇട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. മൂടി വെച്ച് വേവിക്കാം. ചെമ്മീൻ അധികം വേവൊന്നുമില്ല. ചെമ്മീനൊക്കെ അങ്ങനെ വെന്ത് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വറുത്തരച്ച അരപ്പ് അങ്ങോട്ട് ഒഴിക്കുമ്പോഴല്ലോ ആ മല്ലി മുളകൊക്കെ കൂടി അരച്ചത് കാരണം നല്ല സ്മെല്ലാണ്. അടിപൊളി ടേസ്റ്റ്. അങ്ങനെ എല്ലാവരും അരച്ചൊന്ന് വെച്ച് നോക്കണം. പൊടികളിടുന്നതിലും നല്ലത് അരച്ച് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ആ മല്ലീൻ്റെയും മുളകിൻ്റെയൊക്കെ ആ വറുത്തരയ്ക്കുന്ന മണം. 2 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. ചെമ്മീൻ കറിയൊക്കെ അരപ്പൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ വറുത്തരച്ച് കുടംപുളി ഇട്ട് വെച്ച ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. അങ്ങനെ നമ്മുടെ വറുത്തരച്ച ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട്
വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.